പെരുന്നുണകളുടെ മഹാരാജാവ്, ദി കിങ് ലയർ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി. മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പുരുഷൻ ഗർഭം ധരിച്ചിരിക്കുന്നു. എന്റെ ദൈവമേ. ജാസിയുടെ പ്രസവം വളരെ ഗംഭീരമായി നടക്കട്ടെ. അവളുടെ കുഞ്ഞിക്കാല് കാണാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. എന്റെ ട്രൈ കണ്ട അവള് വീണു. കോഴിക്കാല് കുഞ്ഞിക്കാല് കാണുന്നതിനോടൊപ്പം തന്നെ നൂലുകെട്ട് ചടങ്ങിന് ആവശ്യമായിട്ടുള്ള ചില ഗിഫ്റ്റുകൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പ്രസവം വളരെ സുഖപ്രസവമായിട്ട് തന്നെ നടക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? സുഖപ്രസവം അല്ലെങ്കിൽ വളരെ വിഷമമായിരിക്കും. അതോർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. സുഖപ്രസവം ആവട്ടെ, സിസേറിയൻ ആവാതിരിക്കട്ടെ. പ്രസവത്തിലേക്ക് എടുക്കുന്ന നമ്മുടെ ജാസിയുടെ ഏറ്റവും പുതിയ വീഡിയോ വന്നിട്ട് വന്നേ, നമുക്ക് നോക്കാം. ജാസി, എന്ത് ചെക്കപ്പ് കഴിഞ്ഞോ? എല്ലാരും ഡൗട്ടാണ്, ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത്. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. സത്യം പറഞ്ഞ ഒരാൾ പ്രസവിക്കാൻ നേരം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ശരിക്കും വേദന അതാ മുഖത്ത് മനസ്സിലാവുന്നുണ്ട്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നുണ പറയുന്നതല്ല. ഒരു പെൺകുട്ടി ഒരിക്കലും ഈ കാര്യത്തിൽ നുണ പറയില്ല. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഗർഭമില്ലാതെ ഗർഭമുണ്ടെന്ന് ഒരമ്മയ്ക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ജാസിയെ വിശ്വസിക്കുകയാണ്. ജാസി സത്യം പറഞ്ഞ ഞാൻ അടക്കമുള്ള ഒരുപാട് പേര് വിചാരിച്ചത് ഇത് വെറും നാടകമാണെന്നാണ്. പക്ഷെ ഡ്രാമയല്ല, സത്യമാണ്. ഇപ്പോഴാണ് മുഖത്തുള്ള എക്സ്പ്രഷൻ ശരിക്ക് മനസ്സിലായത്. അപ്പോ ഇന്നിതാ ചെക്കപ്പിന് വേണ്ടി വന്നാണ്. ചെക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് ഒന്ന് ബോഡി ഭയങ്കര വീക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൂടി ചെയ്യണം കേട്ടോ. നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇങ്ങനെയൊരു ജന്മം ഉണ്ടാവും. ഈ സമയത്ത് ബോഡി നല്ലോണം വീക്കാവും. ഒന്നാമത് കുട്ടിയെ ഇങ്ങനെ ക്യാരി ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ജാസി നിൽക്കുന്നത്. പെണ്ണുങ്ങളുടെ ഒപ്പം കളിക്കും, ആണുങ്ങളുടെ ഒപ്പം കളിക്കും. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കണ്ടത്, ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രീറ്റ്മെന്റിന് ഒരു ഫേഷ്യൽ ഫ്രീ കിട്ടുന്നതാണ് തോന്നുന്നത്. കാരണം അതൊരു ബ്യൂട്ടി ക്ലിനിക്കും കൂടാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയാൽ അവിടെ ഓഫറും ഉണ്ടാവും. ഡെലിവറി കഴിഞ്ഞ ഉടൻ ഗോൾഡൻ ഫേഷ്യലും ഹൈഡ്രാ ഫേഷ്യലും ഇതൊക്കെ ചെയ്തിട്ട് പുറത്ത് വിടുമെന്ന് തോന്നുന്നു. സംഭവം പൊളിയാണ് കേട്ടോ. ഇത് ഏത് ഹോസ്പിറ്റലാ? നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. അപ്പൊ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?